നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് വലിയ എളുപ്പം. പക്ഷെ കാണുന്ന സഹോദരനോട് നിനക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ദൈവവചനം, ഈ വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ ഒരുപാട് കൽപ്പനകളുണ്ട്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, നമുക്കാർക്കും കൽപ്പനകൾ ഇഷ്ടമല്ല. ഈ ബൈബിൾ വായിക്കുന്നത് തന്നെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസവചനങ്ങൾ, ഇതാണ് നമുക്ക് കേൾക്കേണ്ടത്. വാഗ്ദത്തങ്ങളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ആശ്വാസവചനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവവചനത്തിലുണ്ട്. അത് പലപ്പോഴും നമ്മൾ പാലിക്കാതെ നമ്മൾ മറ്റ് പലതും ചെയ്ത് നമ്മളെ തന്നെ അങ്ങ് സമാശ്വസിക്കുക. എന്താണ്, ഹേയ് ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ചില കൽപ്പനകൾ നമ്മൾ പാലിക്കാൻ വിട്ടുപോകുന്നു. ഒരുപക്ഷെ നമുക്കതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കൽപ്പന പാലിക്കാതിരുന്നിട്ടും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ചിന്തയെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണം ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഡോക്ടർ ദീപ ഒരു ചെറിയ എക്സോർട്ടേഷൻ പറഞ്ഞത് ആരാധനയെക്കുറിച്ചായിരുന്നു, വർഷിപ്പിനെക്കുറിച്ച്. തൊട്ടടുത്ത് അല്പസമയം ദൈവനെ സംസാരിച്ചപ്പോൾ ഞാനും അതിനോട് ചേർന്ന് തന്നെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇന്നത് കഴിഞ്ഞപ്പം കുറേ മെസ്സേജസ് വന്ന് കിടക്കുന്നു. രാവിലത്തെ ദൈവവചനം ഞങ്ങളെ തൊട്ടു. ഇന്ന് ഞങ്ങൾ കേട്ട ദൈവവചനം ഞങ്ങളെ തൊട്ടു. ഇന്ന് ലോകത്തിൻ്റെ പല ഭാവങ്ങളിലിരുന്ന് പലരും കേട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്ന് ഞാൻ പകലിവിടെ സംസാരിക്കാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയെന്ന ദൈവവചനത്തോട് വളരെ ചേർന്ന് പോകുന്ന കാര്യമാണ് തൊട്ട് മുമ്പ് നമ്മളിപ്പം കേട്ടത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സഭയിൽ സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് നല്ല ബോധ്യമായി, എനിക്ക് നല്ല ഉറപ്പുമായി. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നു. ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്. അത് പഴയ നിയമത്തിലൊരു വാക്യം, പുതിയ നിയമത്തിലൊരു വാക്യം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 19:18. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യം. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വെക്കരുത്. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്. നേരത്തെ കേട്ടത് കയ്പ്, ഇപ്പം എന്തായി? പക. രണ്ടായാലും ഒന്ന് തന്നെ. അടുത്തത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവ ആകുന്നു. ഞാൻ ദൈവമാ, ഞാൻ യഹോവയായ ദൈവമാ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ എന്ന് മലയാളത്തിൽ കിടക്കുന്നു, ഇംഗ്ലീഷിൽ ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നെയ്ബർ, കൂട്ടുകാരൻ, ചിലപ്പോൾ അയൽക്കാരൻ, വേറെ ചിലടത്ത് സഹോദരൻ. മൂന്നാണെങ്കിലും ഒരർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. എൻ്റെ അയൽക്കാരൻ, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സഹോദരൻ. ഈ മൂന്ന് പേരോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം ചോദിച്ചാൽ, ആദ്യം അതിൻ്റെ ബേസ് ലൈൻ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? നിന്നെ പോലെ സ്നേഹിക്കണം. നിനക്ക് നിന്നോട് സ്നേഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയെങ്കിൽ അതേപോലെ നീ നിൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. യേശു പറഞ്ഞത് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 19-ാം വാക്യം. മാത്യു 19:19. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അത് നമുക്കറിയാം. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. വാഗ്ദത്തത്തോടുകൂടിയ കൽപ്പനയാണത്. പക്ഷേ ഇവിടെ നീ ദീർഘായുസോടിരിക്കേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പക്ഷെ അടുത്തത് എന്താണ്? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ. അതിൻ്റെ അർത്ഥം യേശു അത് തന്നെ എടുത്തു പറയുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. 22:39 ഉണ്ട്. മത്തായി 22:39. അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം പ്രാക്ടിക്കലി നമ്മുടെ ഉള്ളൊരു ചോദ്യം വരും, ഈസ് ഇറ്റ് പോസിബിൾ? അത് നടക്കൂ? നമുക്ക് നമ്മോട് സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും. നമുക്ക് നമ്മളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കി പിന്നെ ഉള്ള സ്നേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറയത്തില്ല, അവസാനം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ തരാം, വെയിറ്റ് ചെയ്യട്ടോ.
ഇപ്പം പറയാൻ ഒക്കത്തില്ല, അവസാനം വല്ലതും മിച്ചം വരികയാണെങ്കിൽ തരാം. അതുപോലെ നമ്മൾ ഒരു ജീവിതം മൊത്തം നമ്മളെ സ്നേഹിച്ചിട്ട് ഈ ജീവിതം പോരാ. ആരെ? ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല, എനിക്ക് എന്നെ സ്നേഹിക്കാൻ തന്നെ ഒരു ജീവിതം പോരാ. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, നീ നിന്നെ തന്നെ സ്നേഹിച്ചിട്ട് പിന്നെ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തീരണ്ടേ, പിന്നെ അല്ലേ വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ. എനിക്കൊരു ജീവിതം കൊണ്ട് എന്നെ സ്നേഹിച്ചിട്ട് തീരുന്നില്ല. അതിൻ്റെ അർത്ഥം വേറെ ആരെയും സ്നേഹിക്കാൻ എനിക്കിപ്പം മനസ്സില്ല, അതിനുള്ള സമയവുമില്ല, അതിനുള്ള പറ്റത്തില്ല. കാരണം എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാനുണ്ട് അല്ലേ. ഞാൻ എൻ്റെ സ്നേഹം മുഴുവൻ വെച്ചിരിക്കുന്നത് എനിക്ക് എന്നെ സ്നേഹിക്കാനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പം ഇത് നല്ലോണം ഓർക്കണം. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാ? ഏതാണ്ടൊക്കെ ഇല്ല, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പറയുന്ന പോലെ ഏതാണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. നിന്റെ ദൈവമായ യഹോവേ, ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. കൽപ്പന എല്ലാവരും കേട്ടു. ചേച്ചി അത് റെഫറൻസ് ഏതായിരുന്നു ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒത്തിരി പേര് മത്തായി 22:37 കണ്ടോ, മത്തായി 22:37. എന്താണ് ഏറ്റവും വലിയ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഓ, അത് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷം. അത് പിന്നെ എനിക്ക് ഈ സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എനിക്കെൻ്റെ ദൈവത്തോട് മാത്രമേ സ്നേഹമുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ അരമണിക്കൂർ നമ്മൾ എന്തോ പാടിയത്, അയ്യോ എന്തോ ഒരു പാട്ടായിരുന്നു. ദൈവത്തെ അങ്ങ് സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് പാടി മയക്കിക്കളയും. അതുപോലെയാണ് നമ്മൾ പാടുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ അങ്ങ് പാടി പാടി പാടി. പക്ഷെ അത്രയും പറഞ്ഞങ്ങ് വിട്ടില്ല. അതിൻ്റെ അടുത്ത വാക്യം എന്താണെന്നറിയാം? രണ്ടാമത്തേത് അതിനോട് സമം. രണ്ടാമത്തേത് ഒരിക്കലും സെക്കൻഡറി അല്ല. അതിൻ്റെ അർത്ഥം ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെങ്കിൽ ഒരു വശം കൊണ്ട് പറ്റത്തില്ലല്ലോ. ഇതും കൂടെ വരുമ്പോഴാണ് നാണയമാകുന്നത്. ഇതുപോലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ല, രണ്ടാമത്തതും അതിനോട് സമം. അത് അതിൻ്റെ അർത്ഥം ഈ രണ്ട് ഒന്നാമതെന്ന് പറഞ്ഞ പോലെ അല്ലേ. ഈ എന്തു തന്നെ പറയുന്നത്, ശരിക്കും വാക്ക് കിട്ടുന്നില്ല, പോട്ടെ. ഇത് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒന്ന് തന്നെയാണ് രണ്ടും, അല്ലെങ്കിൽ രണ്ട് തന്നെയാണ് ഒന്ന്. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ എന്തുവാ? അതിനോട് സമം. നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അപ്പം വചനത്തിലെ ഏറ്റവും വലിയ ദൈവകൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കുക, കൂട്ടത്തിൽ കൂട്ടുകാരനെയും സ്നേഹിക്കുക. ഇത് രണ്ടും ഗൗരവമുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എത്ര സ്നേഹിക്കണമെന്ന് ദൈവവചനം നമ്മോട് പറഞ്ഞിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ, എസ്പെഷ്യലി നമ്മുടെ ബ്രദറുകളില്ലാവും, നമ്മുടെ സ്നേഹങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു കൽപ്പന വേണ്ടും പോലെ ദൈവം പ്രസാദിക്കത്തക്കവണ്ണം നമുക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ആ സ്നേഹത്തിൽ നമുക്കെല്ലാം നമ്മൾ ഈ കടക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലനായ യോഹന്നാൻ അങ്ങനെ ഒരു പാവമാണ്. വയസ്സായി നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ മരിച്ചെന്നാണ് ചരിത്രം പറയുന്നത്. അതേ വയസ്സായിരിക്കുന്നൊരു അപ്പച്ചനെ. അപ്പോൾ അപ്പച്ചനൊരു ലേഖനം എഴുതിയപ്പം അതിനകത്ത് അപ്പച്ചൻ ഇന്നസെൻ്റായിട്ടൊരു ചോദ്യം, 1 യോഹന്നാൻ 4:20. ഇങ്ങനെ ഇന്നസെൻ്റായിട്ട് ചോദിക്കുന്ന അപ്പച്ചന്മാരൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പച്ചന്മാർക്ക് പോലും ഇതൊക്കെ പറയാൻ പേടിയാണ്. എന്താണ് അപ്പച്ചൻ പറഞ്ഞത്? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും പാടുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ. ഇന്ന് സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ കള്ളം നമ്മൾ പറയുകയല്ല, പാടുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നടക്കാറില്ല. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ? പാടിക്കൊണ്ട് നടക്കും. അതെപ്പോഴാണ് പാടുന്നത്? ഞായറാഴ്ച വന്ന് എല്ലാം കൂടെ കൂട്ടമായിട്ട് അങ്ങ് പാട്ട്. എന്തുവാ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് 1/2 മണിക്കൂർ പാടിത്തള്ളുന്നത്. പക്ഷേ അപ്പച്ചൻ ചോദിക്കുക, നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പാടുകയും തന്റെ സഹോദരനെ നിന്റെ സഹോദരനെ, ഇപ്പം കൂട്ടുകാരനല്ല, സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ആരാ? കള്ളന്മാരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. ആരോടെങ്കിലും ഒരു സഹോദരനോട് പക നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കള്ളന്മാരാ. പിന്നെ ഇത് മാറ്റി എഴുതണം. ഹൗസ് ഓഫ് പ്രെയർ അല്ല, കള്ളന്മാരുടെ ഗുഹയാവും. ഇതാണ് യേശു പറഞ്ഞത് അല്ലേ. സഹോദരനെ പകച്ചാൽ നമ്മൾ കള്ളന്മാരാ. അടുത്തത്, താൻ കണ്ടിട്ടുള്ള സഹോദരനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണുന്ന, എല്ലാ ദിവസവും കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുമോ എന്നല്ല ചോദിക്കുന്നത്, കഴിയുന്നതല്ല. കേട്ടോ, യോഹന്നാൻ എന്ത് സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലാത്ത ദൈവത്തെ നീ അങ്ങ് സ്നേഹിക്കുന്നു എന്നും കാണുന്ന ഈ
സഹോദരനുണ്ട്, അവനെ എന്താ സ്നേഹിക്കാൻ പറ്റാത്തേ? നീ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നിനക്ക് വലിയ എളുപ്പം, പക്ഷെ കാണുന്ന സഹോദരനോട് നിനക്ക് സ്നേഹം തോന്നുന്നില്ല. ഇതാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ റോയൽ ലോ എന്നാണ് പറയുന്നത്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം, നിൻ്റെ സഹോദരനെയും കൂട്ടുകാരനെയും നിന്നെപ്പോലെ സ്നേഹിക്കണം, അല്ലേ? ആ നിയമം കർത്താവ് എനിക്ക് തന്നു, അപ്പോസ്തലന്മാർ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ പ്രശ്നം, നമുക്ക് അതുമാത്രം പാലിക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം വി ഓൾ സ്ട്രഗിൾ ഇൻ ദിസ് ഏരിയ, അല്ലേ? എനിക്ക് ഈ സ്നേഹിക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ സ്ട്രഗിൾ. വേറൊന്നിലും നമ്മൾ ഈ സ്ട്രഗിൾ കാണുന്നില്ല, പക്ഷേ ഇതിലാണ് നമ്മുടെ സ്ട്രഗിൾ. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചു നോക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. ഇത് എങ്ങനെയാണ് ഈ സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടിക്കലോട്ട് വരാം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യും. കേട്ടോ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെ. നമുക്കൊരു നമുക്കൊന്ന് നോക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ലെറ്റ് us interact. ഒന്ന് പറഞ്ഞേ. എല്ലാവരും എന്നെ സ്നേഹിക്കണം, പിന്നെ എല്ലാവരും എന്നെ ക്ഷമിക്കണം, പിന്നെ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഇംഗ്ലീഷിലാണ്. എന്താണ്? പിന്നെ എല്ലാവരും എന്നെ ആക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം, പിന്നെ എല്ലാവരും എന്നെ, അങ്ങനെ പറഞ്ഞു പോയ ലിസ്റ്റ് തീരത്തില്ല. ഇതെല്ലാവരും എന്നെ ഇങ്ങോട്ട് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. അയ്യോ, അത് പറ്റത്തില്ല. എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് ക്ഷമിക്കാനും പറ്റത്തില്ല, എനിക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല, എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും പറ്റത്തില്ല. പക്ഷെ എല്ലാവരും വന്ന് എന്നെ എന്ത് ചെയ്യണം? ഇതാണ് പ്രശ്നം. സഭയിലും നമ്മൾ വരുമ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. എല്ലാവരും എന്നെ കണ്ട് ചിരിക്കണം, പാസ്റ്റർ എതിലേ പോയാലും ചിരിക്കണം, എന്നെ കൈ തന്ന് എന്തോ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്ന് ചോദിക്കണം, കണ്ടില്ല എന്ത് ചെയ്യണം? വീട്ടിൽ വന്നിരിക്കണം, അല്ലേ? പക്ഷെ നിങ്ങളത്ര വീട്ടിൽ പോയിട്ടുണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, ചിലപ്പോഴൊക്കെ നമുക്ക് ഇടയിലൊക്കെ മരണം വരും. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പിലിടാറുണ്ട്, ഇന്നാരും മരിച്ചുപോയി, മറ്റന്നാളാണ് അടക്കം, നാളെ വൈകിട്ട് അവിടെ ഒരു പ്രാർത്ഥനയുണ്ട് 6 മണിക്ക്. അനങ്ങത്തില്ല. ഞായറാഴ്ചക്ക് ഞാൻ കണ്ടില്ലല്ലോ മരണം, എനിക്കറിയത്തില്ല അവരെ. ഞാൻ ഇപ്പോൾ ഈയിടയ്ക്ക് ഞാൻ പിന്നെ ഇച്ചിരി റൂഡായിട്ട് പറയും, നിങ്ങളും ചാവും ഒരു ദിവസം. വല്ലവരൊക്കെ തലേന്ന് വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ വരണമെങ്കിൽ ദയവ് ചെയ്ത്, കാരണം നിങ്ങൾ ചത്താലും നിങ്ങളുടെ പേരിട്ടാലും എല്ലാവരും ഞങ്ങൾക്കറിയത്തില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ വീട്ടിൽ ചാവുമ്പോൾ എല്ലാവരും വന്ന് അവിടെ കെട്ടിക്കിടന്നോണം, രാത്രി മുഴുവൻ കട്ടൻ കാപ്പിയും കുടിച്ച് പാട്ടും പാടി ഇരിക്കണം. പക്ഷേ വേറെ ആരുടെയും മരണം വീട്ടിൽ ഞാൻ പോകത്തില്ല. നിങ്ങൾ തന്നെ പറ, ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ എത്ര മരണം വീട്ടിൽ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്? എനിക്കറിയത്തില്ല. നിങ്ങൾ പിന്നെ അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ നാളെ വരാൻ പോകുന്നത് എല്ലാവരും. ഇപ്പോഴേക്ക് അറിഞ്ഞോ? എങ്കിലേ 4 പേര് വരത്തുള്ളൂ. ഇല്ലേ നാണക്കേട്. ലൈവ് സ്ട്രീമിലൊക്കെ കാണുമ്പം ഇല്ല ആളും പേരും ഇല്ലാതെ ചുമ്മാ ഒരു വലിയ ഫ്രീസറും കാണും, കുറേ പൂവും കാണും, അതിനകത്ത് നിങ്ങളിങ്ങനെ കിടക്കുകയും ചെയ്യും, ചുറ്റും ഇരിക്കാൻ ആളില്ല. പിന്നെ പാസ്റ്റർ ഗതി കേട്ട് അവിടെ വന്ന് അയാളും ഭാര്യയും പാട്ടും പാടി അവിടെ വന്നിരിക്കും. ഇത് ഇന്നലെ അല്ല, 29 വർഷമാണ് ഈ ചർച്ച തുടങ്ങിയിട്ട്. അടുത്ത മാസം 100 കണക്കിന് പേരെ കട്ടക്കാപ്പിയും കുടിച്ച് നമ്മൾ പറഞ്ഞു വിട്ടു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മരണം ഉണ്ടായ ഒരു രോഗി എന്ന് പറഞ്ഞാൽ സഭ മുഴുവൻ അവിടെ എത്തും. അവർ ചുറ്റും ഇരിക്കും, പ്രാർത്ഥിക്കും, സഹായിക്കും. ആശുപത്രിയിലാണെങ്കിൽ പോയി കൂട്ടുകിടക്കാനും പുറത്തിരിക്കാനും എല്ലാത്തിനും ആളുണ്ട്. മരിക്കുമ്പോൾ ചുറ്റും ആൾക്കാരൊന്ന് പ്രാർത്ഥിച്ച ഒരാളെ അങ്ങോട്ടും കയറ്റി വിടുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് അടുത്ത കാര്യങ്ങൾക്കെല്ലാം കൊണ്ട് അടക്കവും കഴിഞ്ഞ് വീട്ടിൽ വന്ന് എല്ലാവരും ആ വീടും വൃത്തിയാക്കി എല്ലാം തൂത്ത് പറക്കി കഴുകി തുടച്ച് അവിടെ നിന്ന് ചോറും ഉണ്ട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിട്ടാണ് വീട്ടിൽ പോകുന്നത് എല്ലാവരും. ഇന്നോ മലമുകളിൽ നിന്നേ പൊതിയും മേടിച്ച് വണ്ടി വെച്ചുകൊണ്ട് സ്ഥലം വിടും. അത് കുടിക്കാനുള്ള നേരം പൊതിഞ്ഞ് തുറന്നു നോക്കാനുള്ള നേരം പോലും ഇല്ല. അയാണ്ട് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ പോയാൽ ഞാൻ കൈ കഴുകി അവിടെ പേപ്പറിൽ തുടച്ചതേ ഉള്ളെന്ന്. 850 രൂപയുടെ ബിരിയാണിയും സാധനങ്ങളും കൂടെ ഗിരിദീപ് എവിടെ മാറുവാനസിനകത്ത് ഹോളിൽ ഇരുന്ന് വെട്ടി അടിച്ച് വെച്ച് ആ വാഷ് ബേസിൻ വരെ പോയെന്ന് കഴിവെച്ച് പോകാനുള്ള നേരം പോലും എനിക്കില്ല. ഇതുപോലാണ് ഇന്നത്തെ സ്നേഹം. പണ്ടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ ചെന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കും. ഇപ്പോൾ ഫോട്ടോ അവർക്ക് നമുക്ക് അറിയത്തില്ല, കഴിച്ചല്ലോ, ഇനിയിപ്പം വീട്ടിൽ പോവാം, കൈ വെട്ടിപ്പോയി കഴിവാം. ഇങ്ങനത്തെ ഒരു കാലത്തെ ഞാനിതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്
അതുപോലുള്ള ബന്ധങ്ങൾ ഇന്ന് അന്യോന്യം ഉള്ളെന്ന്. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ദൈവസഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. ഞാൻ അതിലേക്കാണ് ഈ കാര്യം വരുന്നത്. അത് ദയവായി മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യും. പക്ഷെ അതിനുമുമ്പ് അങ്ങോട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങണം. ഇന്ന് അതിനൊരു തീരുമാനം നമ്മൾ എടുക്കണം. കർത്താവ്, ഇന്ന് മുതൽ മറ്റുള്ളവർ എന്നോട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു ലിസ്റ്റ് എഴുതിക്കാട്ടെ. അതെല്ലാം അങ്ങോട്ടങ്ങ് ചെയ്ത് തുടങ്ങിക്കേ കാര്യങ്ങൾ വരും. അല്ലേ? നമുക്ക് വാക്യം വായിച്ചു പോയാൽ മത്തായി സുവിശേഷം 7:12 ഇപ്പം നമ്മൾ വായിച്ചത്. എന്നിട്ട് അതിൻ്റെ കൂടുതൽ കാര്യം കൂടെ ഉണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ന്യായപ്രമാണം നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ ന്യായപ്രമാണമൊക്കെ കഴിഞ്ഞില്ലേ ബ്രദറെ, അത് പഴയ നിയമമല്ലേ? ന്യായപ്രമാണം ഇതാണ്. നിങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം സ്നേഹിക്കുന്നോ ന്യായപ്രമാണം നിവർത്തിച്ചു കഴിഞ്ഞു. അടുത്തത് പ്രവാചകന്മാരും അത് തന്നെയാണ് പറഞ്ഞ്, അതും പാലിച്ചു കഴിഞ്ഞു. അല്ലേ? യേശുവിൻ്റെ കാലത്തിരിക്കുന്നവർക്ക് ഇത് മനസ്സിലായി എന്താണെന്ന്. അല്ലേ? ഇന്ന് നമ്മുടെ കൃപയുടെ കാലമാണെന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ള ലൈസൻസാണ് കൃപയെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആരെയും സ്നേഹിക്കുകയും വേണ്ട, ആരോടും ക്ഷമിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്തു പറഞ്ഞാലും കൃപ ഒന്നൻ ആനന്ദമായി, കൃപ ഒന്നൻ. കൃപയിലാണ് ഇപ്പോൾ ആശ്വസിച്ചിരിക്കുന്നത്. സ്നേഹിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, കരുതുകയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊന്ന് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. മത്തായി 22:40 ഈ കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്നാണ്. അല്ലേ? റോമാലേഖനം, ഇനി നമുക്ക് അപ്പോസ്തലന്മാരിലേക്ക് വരാം. റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 13 8-10, റോമർ 13:10 മുതൽ 8 മുതൽ അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. എന്താണ്? നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കാണുമ്പോഴൊക്കെ തരാൻ കേട്ടാ എന്നല്ലേ പറയുള്ളൂ. അതുപോലെ നിങ്ങൾ അന്യോന്യം കാണുമ്പോൾ സ്നേഹിക്കാൻ കേട്ടാ, എനിക്ക് പറ്റിയില്ല, ഞാൻ വിളിച്ച് ചോദിക്കാൻ പറ്റിയില്ല, അല്ലേ? ഞാൻ നിങ്ങളെ പലരെയും കാണുമ്പോൾ ഞാൻ വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ, ഇതുവരെ വരാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ആരെ കണ്ടാലും ആ ഒരു കടം കിടക്കണം. നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ ആളെ കാണുമ്പം ഒന്നി നിങ്ങൾ മുങ്ങും, അല്ലേ ഒളിച്ച് കിടക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നേർക്ക് വന്ന് ചാടിയാ അയ്യോ, അല്ലേ? ഒരു എന്താ പറയുന്നത്, ഒരു ചമ്മൽ, അതിന് പുതിയ ഭാഷയിൽ പറഞ്ഞൊരു ഉളുപ്പ്, അല്ലേ? അത് കാണും. പക്ഷെ ഇന്ന് ആ ഉളുപ്പ് പോലും ഇല്ല, അല്ലേ? ആണ് ഞാൻ കടപ്പെട്ട ഒരാളാണ്, അല്ലേ? ഞാൻ ഒത്തിരി ലവ് ഡെഫിസിറ്റ്, അല്ലേ? ഐ എം ഡെപ്റ്റഡ്. ഞാനൊരു കടക്കാരനാണ്. പൈസയൊന്നും ഞാൻ കൊടുക്കാനില്ല, പക്ഷെ ഞാൻ ഒത്തിരി സ്നേഹം കൊടുക്കാനുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും സ്നേഹം കൊടുക്കാനുള്ള ആൾ എന്നെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ? താഴോട്ട് ഞാൻ സമയക്കുറവൊന്ന് ഓടിച്ചു പോവുകയാണ്. ഗലാത്യ ലേഖനം 5:14 പൗലോസ് അത് തന്നെ പറഞ്ഞത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. യാക്കോബ് അപ്പോസ്തലനും ഇത് തന്നെ പറഞ്ഞു, 2:8 യാക്കോബ്, എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു. അവിടെയാണ് റോയൽ ലോ എന്ന് പറഞ്ഞത്. രാജകീയ ന്യായപ്രമാണം അല്ലേ? എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ചോദ്യം, ഞാൻ ആരെയും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? എല്ലാവരും എന്നെപ്പറ്റി തിരക്കണം. ഒരു ദിവസം ഞാൻ വന്നില്ലെങ്കിൽ കൃത്യം വിളിച്ച് തിരക്കണം, അല്ല എൻ്റെ വീട്ടിൽ വരണം. ഇതൊക്കെ നല്ല കാര്യം. എല്ലാവരും എന്നോട് നന്ദി പറയണം. ചിലപ്പോൾ ആരും നന്ദി പറയത്തില്ല, അല്ലേ? ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടങ്ങ് നന്ദി പറ, അല്ലേ? എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ദയവായി നമുക്കും അങ്ങോട്ടങ്ങ് എല്ലാവരോടും ക്ഷമിച്ചേക്കാം. എന്തൊക്കെ മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നമ്മളങ്ങ് ചെയ്തു തുടങ്ങണം. ഇനി ആ ഒരു ടെസ്റ്റ് ഒന്നിട്ടാൽ നമ്മൾ എത്ര പേര് പാസ്സാവും? ഒരു മിനിമം പാസ്സാവുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എനിക്ക് 35 മാർക്ക് ഉറപ്പാണ്, ബാക്കി 5 മാർക്ക് ഗ്രേസ്. അങ്ങനെയാണെങ്കിൽ പാസ്സാകുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മറ്റുള്ളവർ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നല്ല ബോധ്യമുള്ള എത്ര പേര് ഉണ്ട്? അവരൊന്ന് കൈപൊക്കാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്.
ഐ ഓൺലി ലവ് ദോസ് ഹു ലവ് മീ. നമ്മൾ പക്ഷേ ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മളെ സ്നേഹിക്കുന്നതിനെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ. ഐ ഓൺലി ലവ് ദോസ് ഹു പ്ലീസ് മീ. എന്നെ പ്രസാദിപ്പിക്കുന്നവരെ മാത്രമേ ഞാനും സ്നേഹിക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്കെങ്ങനെ യേശുവിൻ്റെ ഒരു പിൻഗാമിയായിരിക്കാൻ പറ്റും? ഹൗ ക്യാൻ ബി എ ഫോളോവർ ഇഫ് ഐ എം ഓൺലി ലവിങ് ദ വൺസ് ഹു ലവ് മീ ആൻഡ് അപ്രീഷിയേറ്റ് മീ? ഓർ അല്ലേ, റോമാലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശുവിനെ പറ്റി പറയുന്നൊരു അതെന്താണ്? റോമർ 5:10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ രണ്ടാമത്തെ ഭാഗമല്ല, ആദ്യ ഭാഗം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ, അതിൻ്റെ അർത്ഥം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് സ്നേഹിച്ചു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ യേശു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം തന്നിട്ട് നമുക്കൊരു പാപിയാണെന്നുള്ള ബോധ്യം തന്നു. രക്ഷകനെ വേണമെന്നും രക്ഷ ആവശ്യമാണെന്നുള്ള ബോധ്യവും യേശുവിലേക്ക് നമ്മളെ ആകർഷിച്ചതും പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ദൈവം ശത്രുക്കളായിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ച പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശത്രുക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവരെ സ്നേഹിക്കുകയുള്ളൂ വഴി. അല്ലേ? സ്നേഹിതനെ പറ്റി പറയുന്നത് സദൃശവാക്യം 17-ാം അധ്യായം 17-ാം വാക്യം, പ്രോവേർബ്സ് 17:17, സദൃശവാക്യം 17-ാം അധ്യായം 17-ാം വാക്യം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി. അവിടെയാണ് ഒരു സ്നേഹിതൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ലവ്സ് us all time. എപ്പോഴും അവൻ സ്നേഹിക്കും. ഒരു അനർത്ഥം വരുമ്പോഴോ അവൻ ഓടിപ്പോകത്തില്ല, അവൻ സഹോദരനെ പോലെ അവൻ തീരും. നമുക്കൊരു തോന്നലുണ്ട്, എനിക്കൊരു ആപത്ത് വരും എൻ്റെ സഹോദരനെ കാണും. നമ്മൾ തിരുവനന്തപുരത്ത് പറയും, കൂടെ പറപ്പേ കാണുമല്ലോ ബ്രദറെ. ഞങ്ങൾ പലപ്പോഴും കൂടെ പറപ്പുകളെയൊന്നും കാണാറില്ല. അവസാനം ഈ ചെന്ന് മോഹം വെച്ച് കെട്ടാനും മോർച്ചറി കൊണ്ടുവയ്ക്കാനൊക്കെ രഞ്ജി ബ്രദറെ കാണത്തുള്ളൂ. ഒരു കൂടെ പറപ്പിനെയും കാണുന്നില്ല. അതാണ് സത്യം, അല്ലേ? അതൊരു സത്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്നേഹിതൻ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നു, പക്ഷെ ഒരു അനർത്ഥം വരുമ്പം അവൻ പിന്നെ സ്നേഹിതനല്ല, അവൻ സഹോദരനാണ്. അവൻ അവൻ ആ വീട്ടിലെ ആളായിട്ടങ്ങ് മാറും. അതാണ് സ്നേഹം, ശരിയല്ലേ? അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ വിളിക്കുന്ന സഹോദര സ്നേഹം, ബ്രദർലി ലവ് എന്ന് പറയും. ആ ബ്രദർലി ലവാണ്. ചിലപ്പോൾ കുടുംബത്തിൽ എൻ്റെ സിബ്ലിങ്സിന് അങ്ങനെ ഇല്ലായിരിക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ദൈവ കുടുംബത്തിൽ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. നമ്മൾ ഒരേ അപ്പൻ്റെ മക്കളാണ്. നമുക്ക് മൂത്ത ജ്യേഷ്ഠനായ യേശുക്രിസ്തു ഉണ്ട്. ആ യേശുക്രിസ്തു കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അങ്ങനെയുള്ള കുടുംബത്തിലെ അംഗങ്ങളാക്കി ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ എത്രയധികം അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ചർച്ചിൽ വരുന്ന അനേകരുടെ ചരിത്രം ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ല, എനിക്കും അത്രയൊന്നും അറിയത്തില്ലായിരിക്കും. ചിലപ്പം ഞാൻ മനുഷ്യനാണ്, ലിമിറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്കറിയാം, ഒത്തിരി പേർക്ക് സ്നേഹം ലഭിക്കാത്തവരുണ്ട്, വീട്ടിൽ സ്നേഹം ലഭിക്കാത്തവരുണ്ട്, മക്കളിൽ നിന്ന് സ്നേഹം മാതാപിതാക്കളിൽ ലഭിക്കാത്തവരുണ്ട്, ഈ പറയുന്ന പോലെ സമൂഹത്തിൽ ലഭിക്കാത്തവരുണ്ട്. പലതരം കഷ്ടങ്ങളിലൂടെ, പലതരം അപമാനത്തിലൂടെ, പലതരം ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയവരാണ് ദൈവസഭയിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു ദൈവസഭ വരുമ്പോൾ അവർക്കൊരു എക്സ്പെക്റ്റേഷനുണ്ട്. എന്താണ്? അവർ യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി കേട്ടു. അപ്പോഴെല്ലാം അവരുടെ ചിന്ത, ഈ യേശുവിനെ പോലെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോഴാരോ പറഞ്ഞ് സഭയിലോട്ട് ചെല്ലും, അവിടെ ഉണ്ട്. എന്നെൻ്റെ ചോദ്യം, സഭയിലേക്ക് വരുമ്പം അവർ പ്രതീക്ഷിച്ചു വന്ന യേശുവിനെ പോലെ, യേശു ആണെങ്കിൽ ചോദ്യം ചോദിക്കത്തില്ല. എൻ്റെ പഴയ 5 ഭർത്താക്കന്മാരവിടെ ഇപ്പോഴ് ഒരുത്തനുണ്ടല്ലേ, എനിക്ക് അവനെങ്കിലും വിളിച്ചോണ്ട് വാ എന്നാണോ പറഞ്ഞത്? ഇല്ല, അവിടെ ഒരു ക്രോസ് വിസ്താരവും ഇല്ല, ഒന്നുമില്ല, അല്ലേ? അങ്ങനെയുള്ളൊരു യേശുവിനെ പറ്റി അവർ കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അവർ ഓടി സഭയിൽ, അല്ലാതെ യേശുവിൻ്റെ കുടുംബത്തിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ വരുമ്പം ആ യേശുവിൻ്റെ സ്നേഹം മാത്രം എവിടെ ഇല്ല? സഭയിലില്ല. ഇന്ന് സഭയിൽ വന്ന് എല്ലാവരും പ്രസംഗം കേട്ട് പൊയ്ക്കോണം, സ്തോത്രാഴ്ച ഇട്ടേച്ച് പൊയ്ക്കോണം, ഇത്രയേ ഉള്ളൂ. പക്ഷേ അന്യോന്യം ഇതൊന്നും സ്നേഹിക്കണമെന്നും പാലിക്കണമെന്നും നമ്മൾ നിർബന്ധവും പിടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, ക്രിസ്തീയ സഭ ഇന്നൊരു സിനിമാ തിയേറ്റർ പോലെയായി. എല്ലാവരും വന്ന് ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു, ഷോ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നു. അടുത്തിരിക്കുന്നവരെ ആർക്കും കൈ കൊടുക്കാറുമില്ല, പരിചയപ്പെടാറുമില്ല, അത് പ്രതീക്ഷിക്കുന്നുമില്ല. ഇന്ന് അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ദൈവസഭയുടെ അവസ്ഥ. ഇതിനൊരു മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. എത്ര പേര് പറയുന്നത്, യെസ് ഇത് മാറണം, ഇതിനൊരു മാറ്റം വരണം, അല്ലേ? അപ്പം സ്നേഹിതൻ സഹോദരനാകുന്ന എപ്പോഴാണ്? അനർത്ഥകാലത്ത്, അല്ലേ? അനർത്ഥകാലത്ത് ഇട്ടേച്ചു പോയ സ്നേഹിതന്മാരെ പറ്റി നമുക്കുള്ള കഥകൾ അറിയാം.
പക്ഷേ ഒരു യഥാർത്ഥ സ്നേഹിതൻ അനർത്ഥകാലത്ത് അവൻ കൂടെ പറ്റി നിന്ന് അവൻ സഹോദരനെ പോലെ അവൻ നിൽക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവൻ നിൻ്റെ ആരാ? ആരുമല്ല. ആ നല്ല ശമരിയക്കാരനോട് ആൾക്കാർ ചോദിച്ചായിരിക്കും, ആ നഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കി അല്ലേ, അവിടെ കൊണ്ട് ആദ്യം കുറേ നേരം നിന്ന് അല്ലേ, അവിടെ നിന്നെല്ലാം ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്ത് അവസാനം ഇയാൾ മുങ്ങാൻ പോയപ്പോഴാണ് പറയുന്നത്, ഏയ് എവിടെ പോണു? പിന്നെ ഞങ്ങളുടെ അല്ല ഞാൻ വരാമെന്നാണ്. ആ ക്രെഡിറ്റ് കാർഡ് ഇങ്ങതാ. ആ ക്രെഡിറ്റ് കാർഡ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടാണ് വിട്ടത്. അതായത് ഇയാളുടെ ബില്ലല്ല ഇതിൽ നിന്ന് കൊടുക്കും. പക്ഷേ അയാൾ എന്ത് ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് പോയെന്ന് തന്നെ എഴുതിയിരിക്കും. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ എന്നാണ് എൻ്റെ അർത്ഥം. ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ചോ, ഓക്കെ, എന്നിട്ട് തിരിച്ചു വരുമ്പം ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചേക്കാം. ഇയാളെന്തോ ഇൻഷുറൻസുകാരനോ എല്ലാ ബില്ലും അടയ്ക്കാൻ അല്ലേ? അയാൾ ഏതോ ഒരു ബിസിനസ് ഒരു ഡീലിന് വേണ്ടി പോകുമായിരുന്നു. അദ്ദേഹം ഒരുങ്ങി സൂട്ടൊക്കെ ഇട്ട് അദ്ദേഹം വലിയ എക്സിക്യൂട്ടീവ് ബാഗൊക്കെ പിടിച്ച് ഇയാൾ പോവുക. ആ വഴിക്കാണ് ഈ അപകടം കണ്ടത്. പക്ഷേ ഇയാളുടെ ആരുമല്ലായിരുന്ന ആളിനെ എന്ത് ചെയ്തു? താങ്ങിയെടുത്ത് അയാളെ തൻ്റെ വണ്ടി കയറ്റി. എന്ത് വണ്ടിയില്ല? കാറിലാണെങ്കിൽ പുറത്തെ സീറ്റ് ഇരുത്തുക. ഇതേത് വണ്ടി? ഒരു വാഹനമൃഗം എന്ന് പറഞ്ഞാൽ എത്ര മൃഗം? ഒരു മൃഗത്തിൻ്റെ വണ്ടി എത്ര പേര് കയറും? ഒരു കഴുതപ്പുറത്ത് എത്ര പേര് കയറും? നമ്മൾ ഈ സാധനമൊന്നും കണ്ടിട്ടില്ല. ഒരുത്തനെ കയറത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഇപ്പം നാട്ടിൽ ഈ വയ്യാത്തവനെ പിടിച്ച് കഴുതപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് ഇദ്ദേഹം സഫാരി സൂട്ടൊക്കെ ഇട്ട് സൈഡിൽ നടക്കുക. ഇയാൾക്ക് കയറിപ്പോകേണ്ട മൃഗമല്ലേ ഇത്? ഇയാളുടെ ആ പറഞ്ഞ പോലെ ആ കംഫർട്ട്, അയാളുടെ കൺവീനിയൻസ് ഒക്കെ അയാൾ ഉപേക്ഷിച്ചിട്ട് സാക്രിഫൈസ് ചെയ്ത് അയാളിരിക്കുന്നിടത്ത് താണ്ടെ ഇയാളെ കയറ്റിയിരുത്തി. എന്നിട്ട് നടന്ന് അടുത്തൊരു ആശുപത്രി കൊണ്ട് ഇയാൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യം ചെയ്ത് അന്ന് അഡ്മിറ്റ് ചെയ്ത് അന്ന് രാത്രി തങ്ങി. അതുകൊണ്ടോ ബൈസ്റ്റാൻഡർ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ബിസിനസ് മീറ്റിംഗ് എന്തായി? അതെന്തും ആയിക്കോട്ടെ, ഇതാണ് കാര്യം. അടുത്ത ദിവസം രാവിലെ പോകാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡും കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് പേ ചെയ്ത് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇനി പറ, അയാളെ യേശു വിളിച്ചത് എന്താ? ഹൂ ഈസ് മൈ ബ്രദർ എന്നൊരു ചോദ്യം ചോദിച്ചു യേശുവിനോട്. അപ്പോഴാണ് ഈ കഥ യേശു പറഞ്ഞത്. ഇന്ന് ആ നല്ല ശമരിയക്കാരാരാ പ്രിയപ്പെട്ടവരെ? ഇത് സ്കൂളിൽ വെച്ച് മറ്റേ എന്താ സ്കിറ്റ് കാണിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ നാടകം കളിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ വാർഷികത്തിന് ഇത് അവതരിപ്പിക്കാൻ കൊള്ളാം. എന്താണ് നല്ല ശമരിക്കാരൻ്റെ കഥ? ഇത് സ്കിറ്റ് അവതരിപ്പിക്കാനും നാടകം കളിക്കാനും അല്ല ഈ കഥ. നമ്മൾ പാലിക്കാൻ വേണ്ടി ഇതിലും വ്യക്തമായിട്ടും ലളിതമായിട്ടും യേശുവിന് എങ്ങനെ അത് പറഞ്ഞു തരാൻ പറ്റും? അതിൻ്റെ അർത്ഥം ആ മുറിവേറ്റ് വഴിയിൽ കിടന്ന മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ആരുമല്ലായിരുന്നു. ഈ ആരുമല്ലാത്തവരെ പോയി നമ്മൾ ശുശ്രൂഷിക്കാൻ പോയ വലിയ പാടാണ്, അറിയാമോ? ഈ അപകടം നടന്ന് വഴി കിടന്ന് നമ്മൾ പോയി സഹായിക്കത്തില്ല. ഇപ്പോൾ എന്താണെന്നറിയാം, നമ്മളെടുത്തോണ്ട് പോയാൽ നമ്മൾ കുടുങ്ങും. പിന്നെ കോടതി സാക്ഷി പറയാൻ പോകണം, പിന്നെ ആശുപത്രി ചിലപ്പോൾ ബില്ലടയ്ക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് കൊണ്ടൊരു അബദ്ധം പറ്റി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി കേൾക്കാം. പണ്ടിരിക്കുക ഞാനിവിടെ എന്നായിരുന്നു കല്യാണമൊക്കെ കഴിച്ച് പരുത്തിപ്പാറ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു ഹർത്താൽ, ഒറ്റ കട തുറന്നില്ല. അപ്പോൾ ഒരു സന്ധ്യ ഒരു 6 മണിയായി കഴിഞ്ഞപ്പം ചില ധൈര്യമുള്ള പട്ടിക്കടയൊക്കെ ഒന്ന് തുറക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ ഞങ്ങൾ പരുത്തിപ്പാറന്ന് പ്ലാമൂട് വരെ പോയി. പ്ലാമൂട്ട് എന്തിനാണ് പോയെന്ന് എനിക്ക് മറന്നുപോയി. എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആരോ തിരക്കി പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ടാവും അവിടെയുള്ള ഞാൻ ഈ പ്ലാമൂട്ടിനടുത്ത വർഷങ്ങൾ താമസിച്ചു. അപ്പോൾ എനിക്ക് പ്ലാമൂട്ടുള്ള എല്ലാവരെയൊക്കെ അറിയാം. അതിൽപ്പെട്ട ഒരുത്തനെ ആരാണ്ട് കുത്തി അവൻ്റെ ദേഹത്തോട് ചോരയൊക്കെ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്നു. ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. അപ്പോൾ ഇവൻ്റെ ചോരയൊക്കെ ഇപ്പോൾ ഇവൻ്റെ അടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകണം. അപ്പോൾ എല്ലാവരും ഈ വട്ടം കൂടി നിൽക്കുന്നില്ല. അത് ബന്ദ് കഴിയുന്നേ ഉള്ളൂ. 6 മണി 12 മണി അല്ല 24 മണിക്കൂർ ബന്ധാണ്. ബസ്സൊന്നും ഓടി തുടങ്ങിയിട്ടില്ല. പ്ലാമൂട്ടി ഒരു ഹോട്ടൽ മാത്രം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂട്ടുകാരോടെ ഇവനെ ആശുപത്രി കൊണ്ടില്ല, ഇവൻ ചത്തു എന്നിട്ട് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു ശരിയാച്ചാ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കും, നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും, പോലീസിനെ വിളിച്ചാ? ആരും പോലീസിനെ വിളിക്കുന്നില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിലുള്ള ആരുണർന്നു. ഞാൻ നോക്കിയപ്പോൾ ആ ഹോട്ടൽ ഇന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. ഞാൻ ഓടിയ ഹോട്ടലിലോട്ട് കയറി. ഞാൻ ചെന്ന് ചേട്ടാ ഒരു പോലീസിനെ വിളിക്കണം. ഉടനെ കൗണ്ടറിൽ ഇരിക്കുന്ന പോലീസിനെയൊക്കെ വിളിക്കുന്ന കൊള്ളാം, പോലീസ് വരുമ്പോൾ താൻ ഇവിടെ കാണണം, വിളിച്ചിട്ട് പൊക്കളെ കാരണം പോലീസ് നേരെ തപ്പി വരുന്നത് ഇവിടെ നിന്ന് വിളി വന്നെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിൽക്കാം. ഞാൻ 100 കറക്കി വിളിച്ചു. ഞാൻ പറഞ്ഞാണ് ഞാൻ പ്ലാമൂട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ? ഞാൻ പറഞ്ഞാൽ ഒരാളോട് കുത്തുകൊണ്ട് കിടക്കുന്നു. എവിടെയാണ്? ഞാൻ പറഞ്ഞാൽ ശരി ഞങ്ങൾ വരാം, അവിടെ നിൽക്കണം. ആ ശരി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് ലൈറ്റൊക്കെ ഇട്ട് വന്നു, പോലീസ് ജീപ്പ് വന്ന ഉടനെ എവിടെ അപ്പോൾ എല്ലാവരും മാറി. എന്താണ് ഇവിടെ ഉടനെ ഇൻസ്പെക്ടർ ഇറങ്ങി. ആരാ വിളിച്ചത്? ഫോൺ ചെയ്ത് അയാളവിടെ. ഉടനെ ഞാൻ എല്ലാവരുടെയും മുമ്പേ വളരെ ഗമയിൽ തല ഉയർത്തി. കണ്ടോ, നിങ്ങൾ ഇത്രയും പേര് കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരുത്തനല്ലേ ഉള്ളതാണ്ട പോലീസിനെ വിളിച്ചത്.
ഉടനെ പോലീസുകാർ വന്ന് അവൻ ചത്തൊന്ന് ഒന്നോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഇല്ല ചത്തിട്ടില്ല. എടുത്ത് കയറടേ എന്ന് പറഞ്ഞാൽ അവനെ പൊക്കിയെടുത്ത് ആ ജീപ്പിൻ്റെ ബാക്കിൽ കയറ്റി. അപ്പോഴത്തേക്ക് ഞാനങ്ങ് പൊങ്ങി, ഞാനും എൻ്റെ കൂട്ടുകാരനും ഇങ്ങനെ ഞെളിഞ്ഞ്, കണ്ടോ കണ്ടോ നല്ല ശമരിയക്കാരൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടോ 2 ശമരിയക്കാർ നിൽക്കുന്ന കണ്ടോ, അതിൽ ഞാനാണ് ഫോൺ ചെയ്തതെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഉടനെ പോലീസുകാരൻ വണ്ടിയെ കയറ്റി, എവിടെ വിളിച്ചവനെവിടെ? അവിടെ ഞാൻ പറഞ്ഞു, സാർ കയറട വണ്ടിയിൽ. അപ്പം ഞാൻ പെട്ടെന്ന്, ഞാനാ പിന്നല്ലാതെ ഇവനാരെ, എൻ്റെ മാമനാ മച്ചാനാ, കയറട. ഒരു തിരുവനന്തപുരം ഭാഷയിൽ SI. പിന്നെ ഈ ഇല്ല ഈ കുത്തുകൊണ്ട് കിടക്കുന്നത് എൻ്റെ വല്ലവരുമാണ്, താൻ കയറടോ. അയ്യോ. അപ്പോൾ ഞാനെൻ്റെ കൂട്ടുകാരൻ, നീയും കൂടെ പാ, 2 കൂടെ കയറി അതിൻ്റെ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കയറ്റുമോ. ഞങ്ങളും ഇവൻ്റെ കൂടെ ബാക്കി കയറി മെഡിക്കൽ കോളേജിൽ പോയി. ഒരു സന്ധ്യയായ സമയമായിരുന്നു. അയ്യോ, അവൻ രക്ഷപ്പെട്ടു. അവൻ പിന്നെ തയ്യലൊക്കെ ഇട്ട് അവനെ ഒരു പരുവാക്കി അവനെ അഡ്മിറ്റ് ചെയ്തു. രാത്രി 12 മണിയായപ്പോൾ ഞാൻ കൂടെ ചെന്ന്, സാർ ഞാൻ പോട്ടാ. അവിടെ നില്ല, ഇത് കേസാവും ഇനിയിപ്പോൾ, അതിനുള്ള പരിപാടി, അതിലൊക്കെ ഒപ്പിടണം. അവസാനം 2 മണിയായപ്പം എനിക്കങ്ങ് ഇന്ന് മൊബൈലും വീട്ടിൽ വിളിച്ച് പറയാനും വയ്യ, ഞങ്ങളിങ്ങനെ മെഡിക്കൽ കോളേജിൽ നിൽക്കുകയാണ്. അവസാനം ഒരു 2 മണിയായപ്പം ആ ഒരു ഏട്ടങ്ങൂന്നിന്, അതായത് ഹെഡ് കോൺസ്റ്റബിളിന് അല്പം ദയ തോന്നി, പൊയ്ക്കോ, എൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ട് പൊയ്ക്കോ, വിളിക്കുമ്പം വരണം കേട്ടോ. ഓ ശരി. അവസാനം തിരിച്ച് പോകാൻ മെഡിക്കൽ കോളേജ് 2 മണിക്ക് എങ്ങാണ്ട് ബസ്സുണ്ടോ എന്തുണ്ട്. അവസാനം ആ ഹെഡ് ഏമാനു കയറ് എന്ന് പറഞ്ഞ് കൊണ്ട് കേശവാസം കൊണ്ട് ഇറക്കി വിട്ട് ഞാൻ നടന്ന് വീട്ടിൽ പോയി. 2 മണിക്ക് വീട്ടിൽ വന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ എല്ലാവരും എനിക്ക് തരുന്ന ഉപദേശം, അതുകൊണ്ട് വഴിയിൽ ആര് കിടന്നാലും പോയി പരിചരിക്കരുത്. ഇതാണ് അന്നത്തെ ഗുണപാഠം. അതായത് ആർക്കും ഒരു സഹായവും ചെയ്യരുത്. ഇതെല്ലാവരും എന്നെ ഉപദേശിക്കുക, അതുകൊണ്ട് സമയം അങ്ങനൊന്നും ചെയ്യരുത്. എന്തൊരു അബദ്ധമായി പോയി ചെയ്തത്. പക്ഷേ എൻ്റെ മനസാക്ഷി അപ്പോഴും പറഞ്ഞു, ഞാൻ അപ്പോഴും എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇല്ല ഞാൻ ഇനിയും ചെയ്യും. ഇനിയും ഒരാപത്തിൽ ഒരുത്തൻ പെട്ട് കിടന്നാൽ എന്തു ചെയ്യും? നമ്മൾ പോയി സഹായിക്കുക തന്നെ ചെയ്യും. നല്ല ശമരിയക്കാരൻ്റെ കഥ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ നല്ല ശമരിയക്കാരനാകാനാണ് പ്രയാസം. അവിടെ ഇന്ന് തന്നെ കേൾക്കുന്നവർ വേണം, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, പക്ഷെ അനർത്ഥകാലത്ത് അവൻ പിന്നെ സ്നേഹിതനല്ല, അവൻ സഹോദരനാണ്. അല്ലേ, രക്തബന്ധം ഇല്ലാത്ത ആളായിരിക്കും, അല്ലേ, എനിക്ക് മുൻപ് അറിയാത്ത ആളാണ്, പക്ഷേ എൻ്റെ സഹോദരനാണ് എന്ന പോലെ വന്ന് എന്ത് ചെയ്യണം? അവൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സഹോദരനും സ്നേഹിതനും എന്നുള്ള കാര്യം ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ അബ്രഹാം ചെയ്തൊരു കാര്യത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ജെനസിസ് 14:14. എന്താണ്? തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. കണ്ടോ, അബ്രഹാം ഭയങ്കര അഭ്യാസിയായിരുന്നു കേട്ടോ. ഇത്രയും അഭ്യാസികൾ വീട്ടിലുണ്ടായിരുന്നു അല്ലേ. ഇവരെയും കൊണ്ടുപോയി തൻ്റെ സഹോദരനെ രക്ഷിച്ചു കൊണ്ടുവന്നു. അതാണ് അവിടുത്തെ കഥ. ലോത്തിൻ്റെ കാര്യമായി പറയുന്നത്. ഇനി ഈ പോയി രക്ഷിച്ചു കൊണ്ടുവന്നവൻ്റെ കഥ ഒന്ന് തൊട്ട് മുമ്പിലത്തെ അധ്യായം 13-ാം അധ്യായം 11-ാം വാക്യം വായിച്ച് 13:11. ഉൽപ്പത്തി 13:11. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു പോയി. ലോത്ത് സന്തോഷമായിട്ട് കിട്ടിയതെല്ലാം വാരി കെട്ടിക്കൊണ്ടങ്ങ് പോയി. പക്ഷെ അബ്രഹാം ഇങ്ങനെ ഒരുമാതിരി, മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്, പക്ഷേ ഇത് എന്ത് കളഞ്ഞ അണ്ണാനെ പോലെയാണ് നിൽക്കുന്നത്. കാരണം ഈ ഒരു ഓപ്ഷൻ കൊടുത്തത് അബ്രഹാം. ഓർക്കണം, അബ്രഹാമാണ് ഈ പറഞ്ഞ പോലെ മൂത്തയാൾ അല്ലേ. ഇവൻ കൂടെ കയറി വന്ന പയ്യനാ, അനന്തരവൻ ആരോ ആയിക്കോട്ടെ. പക്ഷേ അവൻ എന്ത് കൊടുക്കണമെന്നുള്ള അബ്രഹാമിന് തീരുമാനിച്ച് കൊടുക്കാമായിരുന്നു. എന്ത് കൊടുത്താലും അവൻ മേടിച്ചുകൊണ്ട് പോയേനെ. പക്ഷെ അബ്രഹാം ഒത്തിരി അങ്ങൊരു എന്താ പറഞ്ഞ ഒരു റൈച്ചസ് ആയതുകൊണ്ടായിരിക്കും പറയുക, എടാ മോനെ വേണ്ട, ഇതെല്ലാം നിൻ്റെ മുമ്പിലിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തോ, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. അവനല്ലേ മോൻ. അവനെന്ത് ചെയ്തു? അവൻ ഈ പറഞ്ഞ പോലെ തലപൊക്കി ചുറ്റുപാടും നോക്കിയപ്പം അങ്ങോട്ട് നോക്കിയപ്പോൾ നല്ല നീരോട്ടോ ഒഴുക്കും പച്ചപ്പും എല്ലാം ഉണ്ട്. അവൻ അങ്ങോട്ട് പോയി, ഇതെല്ലാം കൂടെ ഞാനങ്ങ് എടുത്തോട്ടെ. അവിടെ വെച്ച് പിരിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സാറായിയുടെ രംഗം ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വല്ലതും ആയിരിക്കണമായിരുന്നു ആ മനുഷ്യനെ. നിങ്ങളല്ലാതെ മനുഷ്യൻ ആരെങ്കിലും അങ്ങനെ കൊടുക്കുമോ? അതെല്ലാം കൂടെ അവൻ കൊണ്ടുപോയില്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്നുണ്ട്?
അബ്രഹാമിന് ഒത്തിരി ചോദ്യങ്ങൾ അങ്ങനെ അബ്രഹാമിനെ നേരെ ചോദിക്കുന്നുണ്ടായിരിക്കും ആൾക്ക്. തൻ്റെ കൂടെ ഈ വേലക്കാരായിട്ട് അപ്പിയ അവരൊക്കെ പറയും, സാർ എന്തുവായി കാണിച്ചേ, എന്തുവാ സാറേ കാണിച്ചേ, എന്തിനാ അങ്ങനെ കൊടുത്തേ, അവൻ കണ്ടോ അവൻ നല്ല എല്ലാം കൊണ്ടു, ഇനി സാറിന് കണ്ട് ഇത് അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ലോത്ത് തലപൊക്കി ചുറ്റും നോക്കി നല്ലതെല്ലാം കൊണ്ടുപോയി. എല്ലാം പോയി കഴിഞ്ഞപ്പം അബ്രഹാം തലപൊക്കി മേൽപോട്ട് നോക്കി. അപ്പോഴാണ് ദൈവം പറയുന്നത്, എന്തോ മോനെ നഷ്ടക്കച്ചവടമായിപ്പോയല്ലേ, നീ വിഡ്ഢിയായല്ലേ, എല്ലാം നിൻ്റെ കയ്യിൽ നിന്ന് പോയല്ലോ, ഇനി നിനക്കൊന്നും ഇല്ലല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇതൊന്നുമല്ല നിൻ്റെ അനുഗ്രഹം, അതിനപ്പുറമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളെ കളിപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയി എന്നുള്ള സങ്കടത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. എനിക്കും തോന്നാറുണ്ട്, ദൈവം എന്നാലും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ ദൈവം വിശ്വസ്തനാ. അനേകർക്ക് അനുഗ്രഹമാക്കുവാനാണ് ദൈവം അബ്രഹാമിനെക്കുറിച്ച് ആഗ്രഹിച്ചതെങ്കിൽ എന്നെയും നിങ്ങളെയും കുറിച്ച് അതുപോലെ തന്നെയാണ് അനേകർക്കൊരു അനുഗ്രഹമായി തീരാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ പറ്റി ചിലതൊക്കെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള സ്വത്ത് ചിലപ്പോൾ നിങ്ങളുടെ കൂടപ്പുറപ്പായിരിക്കും തട്ടിയെടുത്തത്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ട് സങ്കടത്തോടെ ആയിരിക്കും രജിസ്ട്രാർ ഓഫീസിൽ നിന്ന്. അപ്പം സന്തോഷമില്ലേ, ചായ കുടിച്ചിട്ടു അങ്ങോട്ട് വേണ്ട അപ്പുറത്തെ ചായക്കടയിൽ നിന്ന് വേണ്ട. എനിക്കറിയാം ഇങ്ങനത്തെ ചില രംഗങ്ങൾ, ഇമോഷണൽ രംഗങ്ങളാണെങ്കിൽ ഈ മുട്ടയുടെ രജിസ്ട്രാർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാൽ മതി. അവിടെ ഈ ചില ഈ എന്താണ് ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയ അവസാനം ഈ വീതം വെച്ച് അവസാനം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കുമല്ലോ. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ചില രംഗങ്ങൾ കാണാം. ചിലരൊക്കെ ചിരിച്ചിട്ട് പോട്ടെ ശരി കൈയൊക്കെ കൊടുത്ത് പോകുമ്പം കണ്ണ് തുടച്ചുകൊണ്ട് പലരും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ന്യായമായിട്ടായിരിക്കും, അന്യായമായിട്ടായിരിക്കും ചിലർ തട്ടിയെടുക്കുന്നത്. പക്ഷെ അവിടെയും സാരമില്ല, എൻ്റെ ഓഹരി എൻ്റെ ദൈവമാണ്. ഇവരാരും ഓഹരി തന്നില്ലെങ്കിലും എൻ്റെ ഓഹരി എൻ്റെ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവർ? അത് വിശ്വസിക്കുന്നവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങളുടെ ന്യായമായ നിങ്ങൾക്ക് വരേണ്ടുന്ന നിങ്ങളുടെ ഓഹരി അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടോ നിങ്ങളിന്ന് പരാതിയുമായിട്ട് വന്നെങ്കിൽ ഇന്ന് ഓർത്തോണം, നിങ്ങളുടെ അവകാശം ഓഹരി എൻ്റെ ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. നിങ്ങൾ ആ 2.5 സെൻറ്റിന് വേണ്ടി ഇനി എത്ര നാൾ കേസ് പറഞ്ഞു കിടക്കും? ഈ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾ വളരും, അവരെ ദൈവം നല്ല നിലയിലാക്കും. ഈ പ്രശ്നം ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നൊക്കെ വിട്ടുപോയി വേറെ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആ 2.5 സെൻറ്റിൻ്റെ കൂടെ ഒരു ഗുമസ്തം വിളിക്കും, സാറേ അടുത്ത 12-ാം തീയതി വെച്ചിരിക്കുകയാണ്, ഒരു 500 രൂപയായിട്ട് വരണേ. ഇപ്പം പിന്നെ GPay അങ്ങ് അയച്ചു കൊടുക്കും. താനങ്ങ് അപ്പിയർ ചെയ്തോ, ഞാൻ വരുന്നില്ല അല്ലേ? ഇങ്ങനെ വർഷങ്ങൾ തീരാത്ത കേസ് നടത്തുന്ന ചിലരെ എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അതങ്ങ് പോട്ടെന്ന്, 2.5 സെൻറ്റ് അങ്ങ് പോട്ടെന്ന് അല്ലേ? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ദൈവമാണ് നമ്മുടെ റിവാർഡർ. നമ്മുടെ പ്രതിഫലം തരുന്നത് ആരാണ്? നീ എൻ്റെ അതിമഹത്തായ പ്രതിഫലമെന്ന് ദൈവത്തെ നോക്കിയോ. കാരണം ദൈവമാണ് പറയുന്നത്, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഐ എം യുവർ റിവാർഡ്. ഇതൊന്നുമല്ല ഈ കാണുന്നത്, ഈ പച്ചപ്പുള്ളതും നീരൊഴുക്കുള്ളതും ഒന്നുമല്ല നിൻ്റെ റിവാർഡ്, ഞാനാണ് നിൻ്റെ റിവാർഡ്. അങ്ങനെ ദൈവം പറയണമെങ്കിൽ ചില ലോത്തന്മാർ ചിലത് കൊണ്ടുപോകണം പ്രിയപ്പെട്ടവരെ. ഇനി ലോത്ത് പിടിച്ചെടുത്തുകൊണ്ട് പോയതല്ല, കൊടുത്തതാ, അതും കൂടെ ഓർക്കണം. നമ്മളെയും ചിലപ്പം നമ്മുടെ ഒത്തിരി ഡോണ്ട് ബി ഓവർലി റൈച്ചസ് എന്നൊരു വാക്യമുണ്ട്, അതിനീതിമാനാകരുതെന്നൊരു ചിലപ്പോഴേക്കും നമ്മൾ ഈ അതിനീതിമാനാകുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, അത് കണക്കാക്കി നമ്മളെ കളിപ്പിച്ചിട്ട് പോവും. പക്ഷെ അവിടെ ഓർക്കണം, ആപത്ത് വന്നപ്പം ലോത്തിനെ പോയി രക്ഷിച്ചതാരാ? അബ്രഹാമാ. കണ്ടോ, അവിടെ നോക്കിയേ, സ്നേഹിതൻ സഹോദരനായി തീർന്നു. ഇതുപോലെ നമുക്ക് ദോഷം ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നാളെ ആപത്ത് വരുമ്പോഴും നമ്മൾ ഓടിച്ചെല്ലാം മടിക്കരുത്. അവരുടെ രക്ഷയ്ക്കായി ഓടിയെത്താൻ നമ്മൾ അമാന്തിക്കരുത് പ്രിയപ്പെട്ടവരെ, അല്ലേ? നേരത്തെ യോസഫിൻ്റെ കാര്യം നമ്മൾ കേട്ടു. അതും വളരെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. 45-ാം അധ്യായം ഉൽപ്പത്തി 45-ന്റെ 5. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. എന്നെ നിങ്ങൾ വിറ്റതെവിടാ? ഏതോ കച്ചവടക്കാർക്ക് അവിടെ വെച്ചാൽ വിറ്റത്. പക്ഷേ എങ്ങോട്ടാ വിറ്റത്? ഇവിടെ പ്രധാനമന്ത്രി ആവാനാണ് വിറ്റത് അല്ലേ? ഇത് ഓർക്കണം. ഈ വിറ്റവരിതെങ്ങാണ് ഓർത്തോ? കിട്ടിയ ചില്ലറക്കില്ല
പേപ്പാർ തകരം കുപ്പി എന്ന് പറഞ്ഞിട്ട് പണ്ടിവിടെ ആക്രി വറക്കാൻ വരുന്നവർ കൊടുക്കുന്ന പോലെ കൊടുത്തു വിട്ടതാ, അല്ലേ? കിട്ടിയത് മേടിച്ചോണ്ട് കിട്ടുന്നതാന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ ഈ കൊടുത്ത മുതലിപ്പോൾ എവിടെ പോയി? മിസ്രൈമിൽ ചെന്ന് ഫറവോൻ സത്യം പറഞ്ഞാൽ അങ്ങനെ തൊപ്പിയും ഒക്കെ വെച്ചിരിക്കുന്നെങ്കിൽ, കിരീടവും വെച്ചിരിക്കുന്നെങ്കിൽ ഇദ്ദേഹമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ തരത്തിൽ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. അപ്പം ജോസഫ് ഇന്നസെൻ്റായിട്ട് പറയുക, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട. കാരണം ഈ വന്നിരിക്കുന്നവർക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടമല്ല, കുറച്ചുകൂടെ പറഞ്ഞാൽ പേടിയാ, അല്ലേ? അപ്പം അങ്ങോട്ട് കയറി പറയും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന്. അച്ചാച്ചൻ വിഷമിക്കേണ്ട. ഒരച്ചാച്ചനാണോ? എത്ര എണ്ണം? ഓരോന്നും ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇയാൾക്ക് ഈ 10 എണ്ണത്തിൻ്റെ എത്ര ഇയാൾ എത്രയാമത്തായിരുന്നു? ഇത്ര എണ്ണത്തിൻ്റെ പേരൊക്കെ ഓർത്തിരിക്കാൻ പറ്റും നിങ്ങൾക്ക്? 2 മക്കളുടെ 3ാമത്തെ പേര് ഓർക്കത്തില്ല. ഇപ്പോഴാണ് ഇത് ഏതാച്ചാ? ഇത് മൂത്ത അച്ചാച്ചൻ, അത് ആര്? ഇളയ അച്ചാച്ചൻ, കുഞ്ഞാച്ചൻ. ഓക്കെ, പിന്നെ ഇത് ഓരോന്നെ പറയും, അച്ചാച്ച എന്നെ വിറ്റത് വിഷമിക്കണ്ട, എന്നെ ഇങ്ങോട്ട് വിറ്റത് വിഷമിക്കണ്ട. കാര്യം എന്താ? ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാണ്. ആ ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം നിങ്ങളെയും എന്നെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അപ്പനെയൊക്കെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് എന്നെ ദൈവം നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാന്ന് പറ. അയച്ചതാണോ? വിറ്റ് കളഞ്ഞതല്ലേ? കിണറ്റി തള്ളിയിട്ടതല്ലേ? എന്തുമാത്രം വേദന, അവൻ എന്തുമാത്രം നിലവിളിച്ചാണോ കിടന്ന്? അവൻ ആ തടവറയിലിരുന്ന് എന്തുമാത്രം കരഞ്ഞു കാണും, എന്തുമാത്രം അവൻ നല്ല യൗവനം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? അവൻ്റെ അമ്മയുടെ സ്നേഹം അവന് കിട്ടിയില്ല, അവൻ്റെ അപ്പൻ്റെ സ്നേഹം കിട്ടി. അപ്പനാണെങ്കിൽ ഇവനോട് വലിയ സ്നേഹമായിരുന്നു. ആ അപ്പനെ കാണാതെ, അപ്പൻ്റെ നല്ല വസ്ത്രം ഇടാതെ, അല്ലേ, ഒരു അടിമ വസ്ത്രവും ധരിച്ച് ഇവൻ എത്ര നാൾ നടന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ടായി യോസേഫ് പറയുന്നത്, അതെല്ലാം നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം അതങ്ങനെ അങ്ങ് ചെയ്തതാ. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യം, ഉൽപ്പത്തി 50:21 വരുമ്പം, ആകയാൽ നിങ്ങൾ ഭയപ്പെടണ്ട. കണ്ടോ? അപ്പോൾ അവർ ഭയപ്പെട്ടാ നിൽക്കുന്നത്. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഭയം, കൊല്ലുമെന്നുള്ളത് ഇവർക്ക് ഉറപ്പായി. ഇല്ല, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന്. കേട്ടോ, ഞാൻ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. അയ്യോ, ഈ ചേട്ടന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുക. ഈ മനുഷ്യൻ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഓരോരുത്തരെയും ചെന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ധൈര്യമായിട്ടിരിക്കും എന്നിട്ട് തട്ടൊക്കെ തട്ടി ഒന്ന് ചിരിച്ചേ അച്ചാച്ചനെ ചിരിച്ചേ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു. കാരണം അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹം പകരം വീട്ടുമെന്നാണ്. പക്ഷേ ഇദ്ദേഹം ഒരു പകരവും വീട്ടുന്നില്ല. പകരം അവരെ പോയി ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നത്. ചുമ്മാ നമ്മുടെ മന്ത്രിമാരൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുന്ന പോലല്ല. ഇതെന്താണ്? ഞാൻ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ പോറ്റി രക്ഷിക്കും. ഇനി നിങ്ങളുടെ തലമുറയെല്ലാം ഇവിടെ താമസിക്കട്ടെ, നിങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർക്കൊരു സഹായം അവർക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. എന്നിട്ട് അവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്ന ഒരു യോസേഫ്. ഇതൊക്കെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ വേദോസ്തത്തിൽ ഈ കഥയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ സൺഡേ സ്കൂളിൽ കഥ പഠിക്കാനാണോ? അതോ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനോ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനോ? അല്ല. ഇതൊക്കെ നമുക്ക് മാതൃകയായിട്ട് ദൈവം ചില ദൈവപുരുഷന്മാരെ ചരിത്രത്തിൽ വെച്ചിട്ടുണ്ട്. എന്തിനാ? അവരുടെ ആ ജീവിതത്തിൽ നമുക്ക് ചിലത് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. മോശയെ സംബന്ധിച്ചോളം നമുക്കൊരു കാര്യം നോക്കാം. 1-2 പേരെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. മോശയുടെ കാര്യം എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഇതുപോലെ കോപിപ്പിച്ചൊരു ജനം വേറെയില്ല, അല്ലേ? അതുപോലെയായിരുന്നു തൻ്റെ കോപം നിമിത്തം തനിക്ക് ദോഷവും ഉണ്ടായി. ആ കോപം നിമിത്തം ഒരിക്കൽ ഇവരെല്ലാം കൂടെ കോപിച്ചു കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്ന ആ പലകയങ്ങിട്ട് പൊട്ടിച്ചു, അല്ലേ? വേറൊരിക്കൽ ഇവരൊത്തിരി ചെയ്തപ്പോഴത്തേക്കും വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചെന്നും ആ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് അവരോടുള്ള ദേഷ്യമാണ്. പുള്ളി കയ്യിലിരുന്ന് വടിയെടുത്തൊരു അടിയങ്ങടിച്ചു. അടിച്ചപ്പോഴത്തേക്കും വെള്ളം ചാടി പൊട്ടിമാരെല്ലാം കുടിച്ച് തൃപ്തിയായി. മോശം കൊണ്ട് മാറി ഇങ്ങനെ കണ്ടില്ലേ നാണമില്ലാതെ കുടിക്കും. തൊട്ട് മുമ്പ് ഇവനൊക്കെ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ അരിശം തീരുന്നില്ല. ഇച്ചിരി അരിശം തീർന്നപ്പം പതുക്കെ ദൈവം ചെന്നിട്ട്, ഡേയ് മോശേ എന്തുവാ കാണിച്ചേ? അല്ല ഞാൻ ചെന്നു അടിച്ചോ? ആര് പറഞ്ഞു അടിക്കാൻ? ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ.
നീ അവരോടുള്ള ദേഷ്യമാണ് നീ കാണിച്ചത് പാറയോട്. ഞാൻ അവരോട് ക്ഷമിച്ച് അവർക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നപ്പം നീ എന്തിനാ ആ ദേഷ്യം കാണിച്ചത്? അതിൻ്റെ അർത്ഥം എന്തായിരുന്നു മോശ ചെയ്ത പാപം എന്നറിയാമോ? മോസസ് മിസ്റെപ്രസെൻറ്റഡ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. കാര്യം മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതികരിക്കേണ്ടെന്ന മോശ ദൈവ സ്വഭാവമല്ല അവിടെ കാണിച്ചത്. ദൈവം ക്ഷമിച്ച് വെള്ളം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ മോശയുടെ ഉള്ളി അരിശം തീർന്നിട്ടില്ല. ഇന്ന് നമ്മുടെ പ്രശ്നവും ഇത് തന്നെയാണ്. ദൈവം ക്ഷമിക്കും, എന്നാലും നമ്മൾ അതെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? 110 കഷണമായിട്ടാണ് മുറിച്ചത്, ക്ഷമിക്കാൻ പറ്റുമോ? ദൈവം ക്ഷമിച്ചാലും നമ്മൾ ക്ഷമിക്കത്തില്ല. ഇതാ പ്രശ്നം. ഇവിടേക്കാ പ്രിയപ്പെട്ടവരെ വാസ്തവമായിട്ടും നമ്മളെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നോട് ദോഷം ചെയ്തവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുമോ? എനിക്ക് അപമാനം വരുത്തിയവരോട് എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ പഴയ പോലെ എനിക്കിനി സ്നേഹിക്കാൻ പറ്റുമോ? നമ്മൾ ഇംഗ്ലീഷിൽ പറയും വി കീപ് ദം അറ്റ് ആംസ് ലെങ്ത് എന്ന് പറയും. എന്താണ്? ഒരു കൈ അകലത്തിൽ നിർത്തിയാൽ മതി, ഇനി കൂടുതൽ അങ്ങോട്ട് അടുപ്പിക്കേണ്ട. ഇതാണ് ലോകം പറയുന്നത്. പക്ഷേ യോസഫ് എന്താ ചെയ്തത്? ചെന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ശരി, ഈ മോശ അവരോട് എന്ത് ചെയ്താണെന്നറിയാമോ? ഞാൻ ഓടിച്ചങ്ങ് പറയുക. ദൈവസന്നിധിയിൽ പോയി ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 9:18. പിന്നെ അവനെ യഹോവയെ കോപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവന് അനിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ യഹോവയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ 40 രാവും 40 പകലും വീണ് കിടന്നു. കണ്ടോ? ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. 40 ദിവസം കഠിന ഉപവാസമായിരുന്നു. ആർക്കു വേണ്ടി? ഈ ജനത്തിന് വേണ്ടി ചെന്ന് ദൈവസന്നിധിയിൽ വീണ് കിടക്കുക, ഇടിവിൽ ചെന്ന് നിൽക്കുക. ഇതാരായി ജനം? ഇതുപോലെ ദുശാഠ്യമുള്ള മത്സരികളായ, അല്ലേ? 2 കാര്യത്തിനെ അവർ വാതുറക്കത്തുള്ളൂ. ഒന്ന് തിന്നാനും ഒന്ന് പെറുപെറുക്കാനും. 2 കാര്യത്തിനെ വാതുറക്കും. ഒന്ന് തിന്നാൻ വേണ്ടി വാതുറക്കും, പിന്നെ പെറുപെറുക്കാൻ. ഇത് 2 അവർക്ക് അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള ജനത്തിന് വേണ്ടി 40 ദിവസം പോയി ദൈവസന്നിധി വീണ് കിടന്നു ഈ മനുഷ്യൻ. അതാണ് സ്നേഹം, പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ളൊരു കൂട്ടർക്ക് വേണ്ടി നമ്മളിങ്ങനെ അങ്ങ് ചെയ്യുമോ? അവർക്ക് വേണ്ടി നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, പ്രിയപ്പെട്ടവരെ? അല്ലേ? ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലും പൗലോസിൻ്റെയൊക്കെ ചരിത്രത്തിൽ പലരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇന്നാരും അവർ ചെയ്തത് ഞാൻ മറക്കത്തില്ല, അവരിന്നാരും എല്ലാവരും വിട്ടുപോയി, നീ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പലരും. ആരും എന്നെ അന്വേഷിച്ച് വന്നില്ല, ഇവനെന്നെ അന്വേഷിച്ച് തടവറയിൽ വന്നു. ഇങ്ങനെയൊക്കെ പലരുടെയും കാര്യം എടുത്തെടുത്ത് അവിടെ പറയുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇനി ഒരു കാര്യം വായിക്കാം. പ്രൊവേർബ്സ് സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. സദൃശവാക്യം 18-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളവരെന്ന് കൈപൊക്കിക്കേ. 500-ന് മേലുള്ളവർ കൈപൊക്കിക്കേ. 5000-ന് മേലുള്ളവരോ? നിങ്ങളുടെ പല ഫേസ്ബുക്ക് അക്കൗണ്ടും ഫുള്ളായിട്ട് അടുത്ത അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉള്ളവർ എന്താ? ഞാനല്ല പറയുന്നത്, ബൈബിൾ വായിക്കും. വളരെയധികം ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാർ, സഹോദരനേക്കാളും പറ്റുള്ള എത്ര ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അതിനകത്ത്? ചില ലൈവ് സ്റ്റോറീസ് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലൈവ് ആയതുകൊണ്ടും ഞാൻ ആ കഥകൾ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർ അത് പിന്നെ എന്തെങ്കിലും കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ കഴിയാത്തതിന് നമ്മളെപ്പറ്റി ആരെങ്കിലും ഒരാളൊരു കുറ്റം പറയുകയോ നമ്മുടെ ഒരു കുറ്റം കണ്ടുപിടിക്കുകയോ ചെയ്താൽ ഓർക്കണം, മറ്റുള്ളവർ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ അവരെ സ്നേഹിക്കാനേ പറ്റുന്നില്ല. തിരിച്ച് ചിന്തിക്കണം, ഞാനും മോശമല്ല, ഞാനും പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം തന്നെയാണ് ഞാനും നോക്കിയിരിക്കുന്നതും കണ്ടുപിടിക്കുന്നതും. ഇനി ഒരു കുറ്റം കണ്ടാലോ ഞാൻ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കും.
ഇതാണ് ഇന്നത്തെ ലോകം, അല്ലേ? ഇന്നത് വെളിപ്പെടുത്താൻ നല്ല പ്ലാറ്റ്ഫോംസും ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്നിട്ട് വാക്യം നമുക്കൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഈ സദൃശവാക്യം 11-ാം അധ്യായം 13-ാം വാക്യം, Proverbs 11:13. Many times we are very poor in maintaining confidentiality. രഹസ്യം സൂക്ഷിക്കുന്നതിൽ നമ്മൾ വളരെ പിന്നിലാണ് പ്രിയപ്പെട്ടവരെ. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ഈ ഏഷണിക്കാരൻ എന്ന് പറഞ്ഞാൽ അവന് ഒത്തിരി ന്യൂസൻസ് വാല്യൂ ഉണ്ട്. എന്തെങ്കിലും ഒരു രഹസ്യം ഫ്ലാഷ് ആക്കണമെങ്കിൽ ഇവനോടൊന്ന് പറഞ്ഞാൽ മതി, ഇവൻ എന്ത് ചെയ്യും? നടന്നങ്ങ് പറഞ്ഞോളും, അല്ലേ? അവന് ക്ലീനായിട്ട് അത്, പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതങ്ങ് പൊയ്ക്കോളും. അടുത്തത്, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. പക്ഷേ ഒരു വിശ്വസ്തൻ, നിങ്ങളൊരു വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾക്ക് രഹസ്യം അറിയാം, പക്ഷേ രഹസ്യം നിങ്ങൾ എന്ത് ചെയ്യും? മറച്ചു വയ്ക്കും. രണ്ടുപേരും ഒന്നിച്ച് അപ്പൻ്റെ മുറിയിലോട്ട് കയറിയത്, ചേട്ടനും അനിയനുമാണ്. ചെന്നപ്പം കാര്യമൊക്കെ പറയുമ്പോഴേ അപ്പനത് ചെയ്യാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊള്ളത്തില്ല. എനിക്ക് അപ്പനോട് ഒട്ടും യോജിപ്പില്ല അപ്പൻ ചെയ്തത്. അപ്പൻ എന്ത് ചെയ്തു? ഇച്ചിര തലേന്ന് രാത്രി ഇച്ചിര അടിച്ചിട്ട് എന്ത് ചെയ്തു? തുണി മാറിക്കിടന്നു. ഇവന്മാർ രണ്ടെണ്ണം ഇത് കണ്ടു. ഒരുത്തൻ ഉടനെ എന്ത് ചെയ്തു? ഫോൺ എടുത്തിട്ട് ഫേസ്ബുക്ക് ലൈവ് ഇട്ടു. മറ്റവൻ എന്ത് ചെയ്തു? പെട്ടെന്നൊരു തുണിയെടുത്ത് മൂടി. ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? ഫേസ്ബുക്ക് ലൈവ് ഇട്ടവനെ ശപിച്ചു, ശിക്ഷിച്ചു. പക്ഷേ ആ മൂടിയവനെ, മറച്ചവനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഇന്ന് നമ്മളിതിലേതിലാ, അല്ലേ? അപ്പൻ്റെ നഗ്നത അത് അനാവൃതമാക്കി എന്നുള്ളത് ദൈവം വളരെ ഗൗരവത്തോടെ കണ്ട് അത് ചെയ്തവനെ ശിക്ഷിച്ചു. പക്ഷേ അത് മൂടിയവനെ, മറച്ചവനെ എന്ത് ചെയ്തു? റിവീൽ ചെയ്തവനെ ശിക്ഷിച്ചു, അൺകവർ ചെയ്തവനെ ശിക്ഷിച്ചു. പക്ഷെ കവർ ചെയ്തവനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. നമുക്ക് നമ്മുടെ സഹോദരന്മാരുടെ ചില കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, അല്ലേ? ചില കുടുംബങ്ങളുടെ രഹസ്യമൊക്കെ നമുക്കറിയാമായിരിക്കും. അതൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഈ ദിവസങ്ങളിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആരും പിന്നെ നമ്മളെ സ്നേഹിക്കില്ല എന്ന് ഓർത്തോണം. അവർ നമ്മളെ അടുപ്പിക്കത്തില്ല. ഇനി നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അവരോട് ക്ഷമിക്കത്തുമില്ല, അവരെ പിന്നെ സ്നേഹിക്കത്തുമില്ല. പക്ഷേ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ വാട്ട് അതേഴ്സ് ഹാവ് ഡൺ ടു അസ്, are you still willing to choose to love them? But before loving them, you need to forgive them. And when you forgive them, you need to accept them. And when you accept them, you have to do good to them. അവർക്ക് നന്മ ചെയ്യണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് പറയുക, പക, കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ സാരം, അല്ലേ? പക്ഷെ ഒരു കാര്യം, കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽക്കാരനെ അല്ലെങ്കിൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കരുത്. അത് ഏതളവിൽ സ്നേഹിക്കണം? നീ നിന്നെ സ്നേഹിക്കുന്ന അളവിൽ നീ അവരെ സ്നേഹിക്കണം. അങ്ങനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണം നീ നിവർത്തിച്ചു, പ്രവാചകന്മാരുടെ വാക്യങ്ങളെല്ലാം നീ അനുസരിച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം ഏറ്റവും നമുക്ക് റിവാർഡ് തരുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ഓർക്കണം. എത്രത്തോളം ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിച്ചു, എത്രത്തോളം ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിച്ചു, എൻ്റെ കൂട്ടുകാരനെ ഞാൻ സ്നേഹിച്ച് അവനൊരു സഹോദരനായി തീർന്നുവോ, അതിനൊത്ത പ്രതിഫലം നമുക്ക് കിട്ടും. അതല്ല ഞാൻ അവനോട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുകയും എന്നെന്നും ഈ പറഞ്ഞ പോലെ അവന് നാശം വരുന്നത് കാണാൻ വേണ്ടി ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയും. പക്ഷെ അങ്ങനെ നിങ്ങൾ നാശം വരാൻ കൊതിച്ചിരുന്നാൽ നിങ്ങളെ സങ്കടപ്പെടുന്നൊരു കാര്യം പറയാം, നിങ്ങളുടെ കൺമുമ്പിൽ അവൻ പന പോലെ തഴച്ചു വളരും. അതാണ് വേറെ സത്യം. അതേസമയത്ത് നിങ്ങൾ അവനെ ഒന്ന് അനുഗ്രഹിച്ചങ്ങ് വിട്ടേരെ, തീർന്നു. പിന്നെ ബാക്കി ദൈവം ചെയ്തോളും, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതങ്ങ് പോകണം പ്രിയപ്പെട്ടവരെ. എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ഏറെ നാളുകളായി കൊണ്ടു കിടക്കുന്ന എന്തെങ്കിലും കയ്പോ വിദ്വേഷമോ ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ, ചിലപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ടവരോടായിരിക്കാം, അല്ലേ? പക്ഷേ ആരോടാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇന്ന് അതങ്ങ് ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നപ്പ. ഒരു അവസരം നീ എനിക്ക് തന്നാൽ ഞാൻ കർത്താവേ അത് ഞാൻ പരിഹരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോയി ക്ഷമ ചോദിക്കേണ്ടതാണ്. ഞാൻ ഒരു പക്ഷേ ഞാനല്ല ക്ഷമ ചോദിക്കേണ്ടത്, എന്നോട് അവരായിരിക്കും ക്ഷമ ചോദിക്കേണ്ടത്. എങ്കിലും സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ നിൻ്റെ യാഗവസ്തുവിനെ അവിടെ വെച്ചിട്ട് പോയി ഫസ്റ്റ്
ആദ്യം നീ സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് മതി യാഗം കഴിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു ആലയത്തിൽ വന്ന് യാഗം കഴിക്കും. ഇന്ന് നമ്മൾ സഭയിൽ വന്ന് ആരാധിക്കുന്നു. ഇന്നിവിടെ ആരാധിക്കാമെന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ആർക്കെങ്കിലും നിങ്ങളോട്, അതായത് നിങ്ങൾക്ക് വല്ലവരോടും ഉണ്ടോയെന്ന് ദൈവം ചോദിക്കുന്നേ ഇല്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉടൻ പറയും എനിക്ക് ആരോടൊന്നും ഇല്ല എന്ന് പറയും. അതുകൊണ്ടാണ് ദൈവം അല്പം ട്രിക്കി ആയിട്ടാണ് അത് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് യു റിമെമ്പർ ദാറ്റ് എനിവൺ ഹാസ് സംതിങ് അഗൻസ്റ്റ് യു, യു ഫസ്റ്റ് ഗോ ആൻഡ് റിക്കൺസൈൽ ആൻഡ് ദെൻ കം ആൻഡ് ഓഫർ ദ ഓഫറിങ് എന്നാണ്. അതിൻ്റെ അർത്ഥം ആരാധന ക്യാൻ വെയിറ്റ്, ബട്ട് റിക്കൺസിലേഷൻ കനോട്ട് വെയിറ്റ്. ആരാധന സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ആരാധിക്കാം, റിക്കൺസിലേഷൻ ഈ ഭൂമിയെ വെച്ചേ പറ്റൂ. അത് കണ്ണടയുന്നതിന് മുമ്പ് ചെയ്യാൻ വേണം. നമ്മുടെ കണ്ണോ ചിലപ്പോൾ അയാളുടെ കണ്ണോ ആയിരിക്കും, ആരുടെയെങ്കിലും ഒരു കണ്ണടയും. പക്ഷേ രണ്ടിന് മുമ്പും ഈ റിക്കൺസിലേഷൻ, ഈ നിരപ്പ് പ്രാപിച്ചേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ഞാൻ ഇത്രയും പറയാൻ വന്നതേയല്ല. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. മേ ബി ഗോഡ് ഹാസ് എ റീസൺ. God wants to heal someone. God wants to really bring healing into relationships. അത് കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, അല്ലേ? അത് സുഹൃത്ത് ബന്ധങ്ങളിലായിരിക്കാം, ചിലപ്പോൾ അയൽ ബന്ധങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സഭാബന്ധങ്ങളിലായിരിക്കാം. ഏത് ബന്ധങ്ങളിലായാലും ഒരു നിരപ്പ് ദൈവം ആഗ്രഹിക്കുന്നു, ഒരു റെക്കൺസിലിയേഷൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എത്ര പേരിന്ന് പ്രാർത്ഥിക്കും? എത്ര പേര് കണ്ണുകൾ അടച്ചായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് കേട്ട വചനം ഗൗരവമുള്ള ദൈവവചനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ, നീ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാണ് നീ എന്നോടൊന്ന് സംസാരിച്ചത്. കർത്താവെ, ഞാൻ അങ്ങയുടെ വാക്ക് കർത്താവെ ഞാൻ അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നപ്പാ. അങ്ങയുടെ വചനം ഞാൻ ഏറ്റെടുക്കുന്നപ്പാ. കർത്താവേ, ഞാൻ ഏറ്റെടുക്കുന്നപ്പാ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഒന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ നിലവിളിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രാജകീയ കൽപ്പന, ന്യായപ്രമാണം, റോയൽ ലോ കർത്താവെ ഞങ്ങൾക്ക് പാലിക്കുവാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. കർത്താവെ, ദൈവമേ, സ്നേഹിക്കണം എന്നുള്ളത് കർത്താവ് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ബുദ്ധിയിൽ ഇതറിയാം. പക്ഷേ ഇത് ഞങ്ങൾക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലപ്പാ. ഞങ്ങൾക്ക് കർത്താവെ മറ്റുള്ളവർ ഞങ്ങളോട് ചെയ്തത് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം വീണ്ടും കർത്താവെ എരിയുന്നപ്പാ, ഞങ്ങളുടെ ഉള്ളിൽ നീറുന്നപ്പാ. ഞങ്ങൾക്കിപ്പോഴും അകത്ത് കർത്താവെ മുറിവിന് ശമനം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ, ആ വ്യക്തികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളത്തിൽ കർത്താവെ വേദന തോന്നുന്നപ്പാ. ആ വേദനയെല്ലാം കർത്താവെ ഉള്ളിലുള്ളപ്പോഴും കർത്താവെ, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു പ്രാർത്ഥിച്ച യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നപ്പാ. ഞങ്ങൾക്ക് കൃപ തരണമേ. ദോഷം ചെയ്തവരോട് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ. അവരെ സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ. അവരെ അനുഗ്രഹിക്കുവാനുള്ള കൃപ തരണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേട്ട് ആരെവിടെ ഇരുന്ന് കേട്ടാലും കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കർത്താവെ അന്യോന്യം ക്ഷമിക്കുവാനുള്ള കൃപ കൊടുക്കണമേ അപ്പാ. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാലും സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.